അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് 1-ാം ക്ലാസ്സിൻ്റെ തഫ്ഹീമിൻ്റെ കിതാബത്തും അതുപോലെ തന്നെ വായനയും ഖിറാഅത്തുമാണ് നോക്കുന്നത്. അപ്പോൾ നാളെ കൊല്ലപരീക്ഷ 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തഫ്ഹീം എഴുത്തും അതുപോലെ വായനയും പരീക്ഷ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനം തന്നെ വായനയാണ്. അതിൽ ഖിറാഅത്തു എന്ന് കൊടുത്തിട്ടുണ്ട്. ഖിറാഅത്ത് എന്നാൽ വായന എന്നാണ് അർത്ഥം. അപ്പോൾ വായിച്ചു കൊടുക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രങ്ങൾക്ക് യോജിച്ച പേരുകൾ തിരഞ്ഞെടുത്ത് പറയാം എന്നുള്ളതാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 ചിത്രങ്ങളാണ്. അതിൽ 1-ാമത്തെ ചിത്രത്തിന് പറയുന്ന പേരും 2-ാമത്തെ ചിത്രത്തിന് പറയുന്ന പേരും 3-ാമത്തെ ചിത്രത്തിന് പറയുന്ന പേരും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് തൊട്ട് കാണിക്കുക. ഇത് ഉസ്താദിന് തൊട്ട് കാണിച്ചു കൊടുക്കേണ്ട പ്രവർത്തനമാണ്. അപ്പോൾ ആദ്യം ലെർസൻ എന്നുള്ള ഒരു പദം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച ചിത്രം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമ്മ കൈവയ്ക്കണം. ലിർസുൻ എന്ന് പറഞ്ഞാൽ അതിലുണ്ടോ? ലിർസുൻ ഇതാ ഇവിടെ കാണാം. ലിർസുൻ തൊട്ട് കാണിക്കാം. അണപ്പല്ലി എന്നാണ് ശരിക്കും അർത്ഥം. 2 ഐനുൻ. ഐന് ഇതിലുണ്ടോ? ഇതിലേതാണ് ഐന്? ഇതിലില്ല. കാരണം ഐന് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം കേട്ടോ. കണ്ണ്. 3 ഗിർബാലുൻ. ഗിർബാലുൻ ഇതിലുണ്ടോ? ഉണ്ട്. ഏതാണ്? ഇതാണ് അല്ലേ? ഗിർബാലുൻ അരിപ്പ. ഇനി അവസാനത്തത് ഫഅ്സുൻ ആദാ കോടാലി. കോടാലിക്കാണ് ഫഅ്സുൻ എന്ന് പറയാം. 2-ാമത്തെ പ്രവർത്തനമാണ് വായിക്കാം എന്നുള്ള ഈ പ്രവർത്തനം. ഇവിടെ കൊടുത്ത ഓരോ പദം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 ഖഹാറുൻ. ഇവിടെ ഹ ആണ്, അതുപോലെ ഖാഫു ആണ്. ക എന്നല്ല ഖ. ഖഹാറുൻ. ഇവിടെ ഹാഇന് ഷദ്ദുണ്ട്. അപ്പോൾ കനത്തിൽ പറയുകയും വേണം, അതോടുകൂടെ നീട്ടുകയും ചെയ്യണം. ഖഹാറുൻ. അതിന് 4 മാർക്ക് ലഭിക്കും കേട്ടോ. 4 മാർക്ക് ലഭിക്കും. 2 ഫളൻ ഗലീളൻ. ഫളൻ ഗലീളൻ. അതിന് 7 മാർക്ക് ലഭിക്കും അത് വായിച്ചാൽ. 3 കൻസുൻ. എന്താണ്? കൻസുൻ. അതിന് 3 മാർക്കുണ്ട്. അടുത്തത് ഔഹ ലഹ. ഔഹ ലഹ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഹ. ഇവിടെ ഔഹ എന്ന് ഉച്ചരിക്കരുത്, അതുപോലെ ലഹ എന്ന് ഉച്ചരിക്കരുത്. ഓപ്പോസിറ്റാണ്. ഇവിടെ ഹും ഇവിടെ ഹു ആണ്. ഔഹ ലഹ. ഇനി 6 മാർക്കാണ് ഇത് വായിച്ചു കൊടുത്താൽ. ഇനി ഇത് ലൗ അൻ. അണപ്പല്ലിനോട് ചേർത്ത് പറയണം. ലൗ അൻ. ലൗ ഉൻ ആണ് ഉണ്ടോ? ലൗ ഉൻ. അതിന് 3 മാർക്കാണ്. അടുത്തത് ഖത്തുൻ. ഖത്തുൻ. ഇവിടെ ഷദ്ദുണ്ട്. തോക കുറച്ച് കട്ടിയിൽ പറയണം. ഖത്തുൻ. അവസാനത്തതിൻ്റെ മുമ്പത്തുള്ളത് എന്താ വായിക്കുക? ഖല്ലിസ്നാ മിൻ ജഹന്നമ. ഖല്ലിസ്നാ മിൻ ജഹന്നമ. അതിന് വായിച്ചാൽ 10 മാർക്ക് ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സീനല്ല സ്വാദാണ്. ഖല്ലിസ്നാ.
മിൻ ജഹന്നമ. അടുത്തത് ലാ തുബദ്ദിർ. ലാ തുബദ്ദിർ. ഇവിടെ ദാലാണ്, ലാ തുബദ്ദിർ എന്ന് ഉച്ചരിക്കരുത്. ലാ തുബദ്ദിർ കെസറാണ്, തുബദ്ദിർ. ആ പ്രവർത്തനം കഴിഞ്ഞു. ഇനി എഴുത്തു പരീക്ഷയാണ്. എഴുത്തു പരീക്ഷയിൽ നിങ്ങളുടെ കൈകളിൽ പേപ്പർ തരും, എന്നിട്ട് നിങ്ങൾ എഴുതി കൊടുക്കാം. ഒന്ന് നോക്കി എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ കാണുന്ന അതേപോലെ ഇവിടേക്ക് എഴുതുക. എഴുതുമ്പോൾ ഫതഹോ കെസറോ ലമ്മോ സുക്കൂൻ അതൊന്നും പോവാത്ത രീതിയിൽ, അക്ഷരങ്ങളൊന്നും പോവാൻ പാടില്ല. ആ രീതിയിൽ തന്നെ ഇവിടേക്ക് പകർത്തി എഴുതുക. പരമാവധി വൃത്തിയിൽ തന്നെ എഴുതി ശീലിക്കുക. ഇനി 2. ഒന്നാമത്തെ എന്താണ് വായിക്കേണ്ടത്? ബിഫളില്ലാഹി. അതിങ്ങോട്ട് എടുത്ത് എഴുതുക. അതിന് 6 മാർക്ക് ലഭിക്കും. 2 ഷംസുൻ. ഷംസുൻ. ഇതിൽ ഷീന് 3 പുള്ളിയുണ്ട്. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ 2 പുള്ളിയായി മാറരുത്. അതുപോലെ ഷംസുൻ തൻവീൻ ലൊമ്മാണ്, വെറും ഒരു ലൊമ്മ് മാത്രമാക്കി എഴുതരുത്. എഴുതി കഴിഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളും ഉണ്ടെന്നും അതുപോലെ എല്ലാ ഹരക്കത്തുകൾ എഴുതിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം. ഇവിടെ നോക്കിയിട്ട് എല്ലാതും ഇതിലുള്ള ഇവിടെ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക രക്ഷിതാക്കൾ. ഇനി അതുപോലെ യൗമുസ്സലാസാഇ. ഇതിലും സാഇൻ്റെ പുള്ളി ശ്രദ്ധിക്കണം. അതുപോലെ ഷദ്, ഇതൊക്കെ ശ്രദ്ധിച്ച് എഴുതാം. അതിന് 8 മാർക്കുണ്ട് കേട്ടോ. അവസാനത്തത് ലാ തുസിഉ ഖുലൂബന. ഇവിടെ ഈ റാഇൻ്റെ മുകളിൽ പുള്ളിയുണ്ട്, സായൻ അക്ഷരം. അപ്പോൾ അതുകൊണ്ട് പുള്ളികളൊന്നും മറക്കരുത്. അതുപോലെ ഗൈന്, അതിൻ്റെ മുകളിലും പുള്ളിയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഫസ്റ്റത്തെ ലാമ് നീട്ടാനുണ്ട്, ലാ, അതേപോലെ തന്നെ എഴുതിയെടുക്കണം. 9 മാർക്കാണ് അതിനുള്ളത്. അടുത്തത് ഒരു വ്യത്യസ്തമായ പ്രവർത്തനമാണ്. നമുക്ക് നോക്കി നോക്കാം. എന്താണ്? അക്ഷരങ്ങൾ ആദ്യം വായിച്ചു നോക്കാം. ഇതാ, അക്ഷരങ്ങൾ സ്വതന്ത്ര രൂപത്തിൽ കള്ളിയിൽ വേർതിരിച്ചെഴുതാം. അതായത് ഇവിടെ ഒരു വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാക്കിൽ നിന്നും ഓരോ അക്ഷരങ്ങൾ ഓരോ കള്ളിയിലേക്ക് എടുത്തെഴുതണം, വേർതിരിച്ചിട്ടോ. കൂട്ടിയെഴുതല്ല, വേർതിരിച്ചെഴുതണം. ഒന്നാമത്തെ അക്ഷരം നോക്കാം. ഏതാണ് ഇവിടെ അക്ഷരം? ഫസ്റ്റ് ഹ ആണ്. എഴുതുമ്പോൾ പുള്ളിയിടാൻ മറക്കരുത്. രണ്ടാമത്തതോ ലാമാണ് അല്ലേ, ലാ. മൂന്നാമത്തത് ഖാഫ്, ഖ. നാലാമത്തതോ കാഫ് അല്ലേ, കു, കു. അവസാനത്തത് മീമു. എന്തായി? ഖലഖക്കും. ഇതുപോലെ വേർതിരിച്ച് എഴുതാൻ വരും. ഇനി അവസാന പ്രവർത്തനമാണ് ബോർഡിൽ പദങ്ങൾ കൂട്ടി എഴുതാം എന്നുള്ളത്. ഇവിടെ വേർതിരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി അത് കൂട്ടിയിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. എങ്ങനെ എഴുതാം? ഒന്നാമത്തത് ലാഹിക്കത്തുൻ. ലാഹിക്കത്തുൻ എഴുതുമ്പോൾ ലാ എന്ന അക്ഷരം എഴുതുക, നീട്ടാനുണ്ട്, ലാ. പിന്നെ ഹ, ഹി, ക, തുൻ, ലാഹിക്കത്തുൻ, ലാഹിക്കത്തുൻ. അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് എന്താ? മൽലൂമുൻ. മൽലൂമുൻ. ആദ്യം മീമാണ്, മ. അത് കഴിഞ്ഞിട്ട് ലാദ് എഴുതുക, മല്. പിന്നെ ലാമ് നീട്ടണം, ലൂ, മുൻ, മ, ല്, ലൂ, മുൻ.
അക്ഷരങ്ങളൊന്നും പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ പ്രവർത്തനങ്ങളൊക്കെ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.